ഒരു കഥ ചൊല്ലട്ടുമാ. ഇതാണ് ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം. ഇവനെ കുറേ നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഒരു 5 മണിക്ക് നമ്മൾ ആനക്കുളത്ത് എത്തിയതാണ്. മുന്നാർ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ, മുന്നാറിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ആനക്കുളം, ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് ഈ ആനക്കുളം. ഇവനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. അവനിങ്ങനെ വരുന്നതും കാത്ത് എല്ലാവരും, നിറയെ ആൾക്കാർ ഇവനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവരെ മാത്രമല്ല, ഇവൻ്റെ കൂടെ കുറച്ച് പേരുണ്ടാവും. പക്ഷെ ഇന്ന് വന്നത് ഇവൻ മാത്രമാണ്. ഇവൻ എങ്ങനെ ഒറ്റക്കൊമ്പനായി എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കിക്കഴിഞ്ഞാൽ കാണും. അവൻ എങ്ങനെ ഒറ്റക്കൊമ്പനായി എന്നുള്ളത്. അവൻ വരുന്ന സമയത്ത് 2 കൊമ്പുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഒരു കൊമ്പില്ല എന്നുള്ളത് നമ്മൾ അറിയുന്നത്. അവർ കൊമ്പില്ല എന്നുള്ളത് നമ്മളും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫോറസ്റ്റിൻ്റെ ആൾക്കാർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അവന് ഒരു കൊമ്പ് ആ വെള്ളത്തിൽ വീണുപോയി. എങ്ങനെ വീണുപോയി എന്നുള്ളത് എല്ലാവരും ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത്, തലേ ദിവസം ഇതുപോലെ മതപ്പാടുള്ള ഒരു ആനയുമായിട്ട് ഇവൻ ഭയങ്കര ഫൈറ്റായിരുന്നു. ആ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രശ്നമായിരിക്കാം എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അവർ പറഞ്ഞ സമയത്ത് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അവന് 2 കൊമ്പുണ്ടെന്നും, ഒന്ന് അവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് അവിടെ വെള്ളത്തിൽ വീണു പോയതാണെന്നുള്ളത് പിന്നെയും രണ്ടാമത് നമ്മൾ ഈ വീഡിയോ നമ്മുടെ അടുത്ത വീഡിയോ തന്നെ എടുത്ത് കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിൻ്റെ കൊമ്പ് വീണു പോയതാണെന്നുള്ളത്. ഈ ആനക്കുളം എന്നുള്ളത് ഈ ഒരു പേര് വരാൻ തന്നെ കാരണം ഇവിടെ എല്ലാ ദിവസവും ഒരു വൈകുന്നേരവും അതുപോലെ രാവിലെയും ആ ഒരു സമയത്ത്, വൈകുന്നേരം ഒരു 5 മണി 5:30ക്ക് ശേഷമുള്ള ആ ഒരു സമയത്തും അതുപോലെ രാവിലെ ചിലപ്പോഴേ വരാറുള്ളൂ എന്നാണ് പറയുന്നത്. ഈ 2 സമയത്തായിട്ട് ആനകൾ ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കും. ഈ വെള്ളത്തിൽ നിറയെ മിനറൽസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഈ കാലുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥലം മാറ്റിയിട്ട്, ഒരു സ്ഥലം മാറ്റിയിട്ട് അതിൽ നിന്നുള്ള ആ ഉറവയിലുള്ള വെള്ളം മാത്രമേ ഇത് കുടിക്കാറുള്ളൂ എന്നാണ് പറയുന്നത്. അതിൽ നിറയെ സോൾട്ടും അതുപോലെ മിനറൽസും ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോറസ്റ്റുകാരനെ പറഞ്ഞതാണ് ആ ഇതുള്ളത് കൊണ്ടാണ് എല്ലാ ദിവസവും കൂട്ടത്തോടെയും അതുപോലെ തനിച്ചുമായിട്ടും ഒരു വൈകുന്നേരം ആകുന്ന സമയത്ത് ഈ ആനകൾ ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ആനക്കുളം എന്നുള്ള പേര് വരാൻ തന്നെ കാരണം. വീഡിയോ കുറേ ഞാൻ കട്ട് ചെയ്തതാണ്. കാരണം കാണുന്ന വ്യൂവേഴ്സിന് അത് ബോറടിക്കണ്ടെന്ന് കരുതിയിട്ട് ഈ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളം മാത്രം കുടിക്കുന്നത് കൊണ്ട് അത് അത്രയും സമയം അതിൻ്റെ തുമ്പിക്കൈ അവിടെ തന്നെ താഴ്ത്തി വെച്ചിട്ട് ആ വെള്ളം മാത്രമാണ് അത് കുടിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും സമയം എടുക്കുന്നത്. ഒരുപാട് സമയം, ഏകദേശം ഒരു 1.5 മണിക്കൂറിലധികം ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ ഇത് ആ കൊമ്പ് പോയ ഭാഗത്ത് ഇത് വെള്ളം ചീറ്റിയെറിഞ്ഞ് അതുപോലെ തുമ്പിക്കൈ കൊണ്ട് തടവിയും കുറേ സമയം അവിടെ വേദന ഉണ്ടാവുമായിരിക്കും. അതിങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കളിക്കുന്നൊരു ഗ്രൗണ്ട് കൂടിയാണ്. ആ ഗ്രൗണ്ടിലേക്ക് കയറി വരാറില്ല, വന്നാൽ തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാറില്ല എന്നാണ് ഈ ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും പേര്, ഈ ആൾക്കാർ മുഴുവൻ ഇവനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇവനെ മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പേരുണ്ടാവാറുണ്ട് സാധാരണ. ഇത്രയും പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവരുടെ വരവും കാത്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആനകൾ ഇവിടെ വെള്ളം കുടിക്കുക എന്നല്ലാതെ അത് കുളിക്കാറില്ല. ഈ വെള്ളം എത്ര ഉണ്ടായാലും ഇവിടുന്ന് കുളിക്കാറില്ല. അതും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിവിടെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ, ട്രാവലറിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ 16 പേരടങ്ങുന്ന ഒരു ടീം ട്രാവലറിൽ തന്നെയാണ് വന്നത്. പ്രത്യേകിച്ചൊരു ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വേറെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് വേറൊരു സ്ഥലം ഉണ്ടെന്നും ജീപ്പ് സഫാരി പോകണമെന്നും പറയുന്നുണ്ടായിരുന്നു. അതറിയില്ല, അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. അവൻ വെള്ളം കുടിച്ച് പോയതിന് ശേഷം ഫോറസ്റ്റുകാർ വന്നിട്ട് അവിടെ കുറച്ച് പേര് വന്ന് ആ വെള്ളത്തിൽ മുങ്ങി തപ്പി എല്ലാം നോക്കിയതിന് ശേഷം അവൻ്റെ ആ ഒരു കൊഴിഞ്ഞുപോയ കൊമ്പ് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോറസ്റ്റുകാർ പറഞ്ഞു അതൊരു ഭയങ്കര സ്മെല്ലാണ്, പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമുക്കത് എടുത്തു കൊണ്ടുവന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. ആ വീഡിയോ എടുത്തുകൊണ്ടുവന്ന് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇവൻ്റെ ഈ കഥ ഇഷ്ടമായവർ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് ഇതൊക്കെ ചെയ്ത് ഈ ഒരു ചാനലിനെ പ്രോത്സാഹിപ്പിക്കുന്നു കരുതുന്നു. താങ്ക് യു ഓൾ.
നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, ഇവൻ ഒറ്റക്കൊമ്പനാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് സൂം ചെയ്തിട്ടുള്ളത്. ഉള്ളതാ അത് ഈ ആനയുടെ കൊമ്പൊക്കെ നമ്മൾ മുറിക്കുന്നില്ലേ, മുറിക്കുമ്പോൾ മുളച്ച് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വരും. കുറഞ്ഞതായിരിക്കും ഊരിപ്പോന്നാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇതില്ല വീഡിയോ ഉണ്ട് വരുന്നതിനകത്ത്. ഇനി വരുമോ? വേറെ വരും. അത് വരും. ഉപ്പിന്റെ അംശമുണ്ട് ആ ബബിൾസാ കുടിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.